ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട ഏലിയാസ് അയ്യപ്പച്ചൻ, സ്നേഹസമ്പന്നരെ, ഭൂമിയാകുന്ന ഈ താൽക്കാലിക താവളത്തിൽ നിന്ന് സ്വർഗമാകുന്ന നിത്യഭവനത്തിലേക്ക് മരണമാകുന്ന കവാടത്തിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുന്ന ഈ കർത്തൃദാസിന് പ്രാർത്ഥനാപൂർവം മംഗളങ്ങൾ നേരാനാണ് ഇവിടെ നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. ആൺകുട്ടികൾക്ക് NCC ഉള്ളതുപോലെ പെൺകുട്ടികൾക്ക് സ്കൗട്ട് ഉണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനം. അതിൻ്റെ ജനയിതാവ് ബെയ്ഡൻ പവൽ എന്ന ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ആർമി ഓഫീസറായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ലോകമഹായുദ്ധം വന്നപ്പോൾ ആഫ്രിക്കയിലെ കെനിയയിലായിരുന്നു അദ്ദേഹം. വയസ്സിൽ ബെയ്ഡൻ പവൽ മരിച്ചു. അദ്ദേഹം ായപ്പോഴേ തന്നെ സംസ്കരിക്കുന്നതിനെ കുറിച്ച് അടുത്തുള്ളവരോട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ സ്കൗട്ടിന്റെ തന്നെ ഒരു സിംബൽ ഉണ്ടായിരുന്നു. ആകെ ഇത്ര മാത്രമേ എഴുതിയിരുന്നുള്ളൂ: 22/2/1857, ഡൈഡ് 8/1/1900 ഇല്ല. പിന്നെ ഒരു എംബ്ലം, അതെന്താണെന്നറിയാമോ? ഒരു സർക്കിൾ, അതിൻ്റെ നടുവിൽ ഒരു കുത്ത്. മുൻപിൽ ഇങ്ങനെ ഒരു സിംബൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം ആൾ ഇവിടെ ഇല്ല, വീട്ടിൽ പോയി എന്നാണ്. തൻ്റെ വിശ്വാസം വിളിച്ചോതുന്ന എത്ര മനോഹരമായ ഒരു സിംബലാണ് ആ ശിലാഫലകത്തിൽ ബെയ്ഡൽ ചേർക്കാൻ പറഞ്ഞ് അവിടെ കൊത്തിവെച്ചത്. ആളിവിടെയില്ല, വീട്ടിലേക്ക് പോയി, സ്വർഗമെന്ന നിത്യഭവനത്തിലേക്ക് യാത്രയാ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആഴമേറിയ തൻ്റെ വിശ്വാസം ആ കല്ലറയ്ക്ക് മുമ്പിൽ കൊത്തിവെച്ചു. അനേകർക്ക് ഒരു പാഠമാകാൻ, മാതൃകയാകാൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എന്നും എന്നേക്കും ഇവിടെ പാർക്കേണ്ടവരല്ല. നമ്മുടെ നിത്യഭവനം, സ്വന്തം വീട് സ്വർഗമാണ്. പ്രീ ഡിഗ്രിക്ക് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്ന വിക്കർ ഓഫ് വേക്ക്ഫീൽഡ് എന്ന് പറയുന്ന നോവലുണ്ട്. അതിലെ പ്രധാന കഥാപാത്രം ഫാദർ പ്രീംറോസ് ആണ്. അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്, അവസാനത്തെ യാത്രയിൽ നമ്മളൊക്കെ വീട്ടിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ചിന്ത ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മലയാളക്കരയിലേക്ക് വന്ന് മലയാളം പഠിച്ച് മലയാളികൾക്ക് മനോഹരമായ ഒരു ഭക്തിഗാനം എഴുതിയ നാഗൽ സാഹിബ് പറഞ്ഞത് മറ്റെന്താണ്? എൻ സ്വദേശം കാൺമദീനായി ഞാൻ തനിയെ പോകുന്നു. അവസാനത്തെ യാത്രയിൽ നമ്മൾ തനിച്ചു പോകേണ്ടി വരും. അത് സ്വർഗമെന്ന നിത്യഭവനമായിരിക്കണം. 1987 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ അലക്സാണ്ടർ ബ്രോഡ്സ്കി പറഞ്ഞു, അവർ ലൈഫ് ഈസ് എ തിങ് ടു ഷെയർ. നമ്മുടെ ജീവിതം പങ്കുവെക്കാനുള്ളതാണ്. ശരിയാ, നമ്മൾ അങ്ങനെയാ. സഹോദരങ്ങള്, നാട്ടുകാര്, സ്നേഹിതര് തുടങ്ങി ഒത്തിരി പേരുമായി പങ്കുവെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ബട്ട് ഹൂ ഈസ് ദേർ ടു ഷെയർ ഡെത്ത്?
മരണത്തെ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ചേരാൻ ആരാ ഉള്ളേ? നമ്മൾ ഒറ്റയ്ക്കാണ്. മരണത്തിൻ്റെ നാഴികയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു വഴിയാണ് അവസാനത്തെ യാത്രയുടെ വഴി. മദർ തെരേസ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല, പക്ഷേ 54,000 പേര് എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. എങ്ങനെയാ മരിച്ചതെന്നറിയാമോ? ഞാൻ അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊടുത്തു. വലിയ പ്രത്യാശയോടെ, വലിയ പ്രതീക്ഷയോടെ, സ്വർഗം യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട്, തിളക്കമാർന്ന കണ്ണുകളോടെ, പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടച്ച 54,000 പേർക്ക് നന്നായി മരിക്കാൻ ഞാൻ അവരെ പരിശീലിപ്പിച്ചു. എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഏറ്റവും വലിയ നന്മ എന്ന് മദർ തെരേസ പറയുമ്പോൾ എന്തുമാത്രം അതുരാലയങ്ങൾ ഉണ്ടാക്കി, എന്തുമാത്രം ഓർഫനേജ് ഉണ്ടാക്കി. ഈ അമ്മ പറയുന്നു, 54,000 പേർക്ക് കർത്താവിലുള്ള പ്രത്യാശയോടെ ഈ താൽക്കാലിക താവളത്തിൽ നിന്ന് വിടവാങ്ങാനുള്ള ആ അവസരം ഒരുക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം. അതെ, കർത്താവിൽ മരിക്കാനുള്ള അവസരം ഒരാൾക്ക് കൊടുക്കുക, അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ എന്താണ്? മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു നല്ല മരണത്തിനായിട്ട് ഒരുങ്ങാനുള്ള ഒരു മരണത്തെ നമ്മൾ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, മത്തായി ചേട്ടൻ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് ഈ നാട്ടിൽ വന്നു. യാതൊരു അതിശയോക്തിയും കൂടാതെ ആത്മാർത്ഥമായി പറയട്ടെ, ഈ നാട്ടുകാർക്കും അതുപോലെ ഇടവകയ്ക്കുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമായിട്ട് ഇവിടെ